Good morning, dear students. We were discussing about the structure of chloroplast and the photosynthesis process. That is, which are the factors needed for photosynthesis. Today we are going to study about the photosynthesis process in detail. Photosynthesis takes place in two phases. They are light phase and dark phase. These two phases occur in two different parts of the chloroplast called grana and stroma. പ്രകാശ സംശ്ലേഷണം അത് നടക്കുന്ന സസ്യകോശ ഭാഗമായ ഹരിതകണത്തിന്റെ ഘടന ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. എന്തൊക്കെ വസ്തുക്കളാണ് പ്രകാശ സംശ്ലേഷണത്തിന് അത്യാവശ്യമായത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രകാശ സംശ്ലേഷണ പ്രവർത്തനത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണ പ്രക്രിയയെക്കുറിച്ചാണ്. പ്രകാശ സംശ്ലേഷണ പ്രക്രിയ നടക്കുന്നത് ഹരിതകണത്തിലാണെന്ന് സംശയമില്ലല്ലോ. ഹരിതകണത്തിൽ രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണുള്ളത്. ദ്രാവക ഭാഗമായ സ്ട്രോമയും അതുപോലെ സ്ഥലപാളികളുടെ അടുക്കായ ഗ്രാനയും. ഇതിൽ ഗ്രാനയിലാണ് വർണ്ണകങ്ങൾ കാണപ്പെടുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അപ്പൊ നമ്മൾ ഇന്ന് പ്രകാശ സംശ്ലേഷണത്തിന്റെ വിവിധ ഘട്ടങ്ങളായ പ്രകാശഘട്ടത്തെയും ഇരുണ്ട ഘട്ടത്തെയും കുറിച്ച് കൂടുതൽ പഠിക്കാൻ പോവാണ്. ഫോട്ടോസിന്തസിസ് occur in two phases. They are light phase and dark phase. Light phase occur in grana part of the chloroplast and dark phase in the stroma part. In the light phase, as the name indicates, light is used. Then the action is water splits and oxygen is released. The hydrogen reaches the stroma. In this light phase, light energy is converted to chemical energy and stored in ATP molecules. In dark phase, light is not used and energy in ATP is used to combine hydrogen and carbon dioxide to produce glucose. പ്രകാശ സംശ്ലേഷണം രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത്. അതായത് പ്രകാശഘട്ടവും ഇരുണ്ട ഘട്ടവും. പ്രകാശഘട്ടം നടക്കുന്നത് ഹരിതകണത്തിലെ ഗ്രാനയിലും ഇരുണ്ട ഘട്ടം നടക്കുന്നത് സ്ട്രോമയിലുമാണ്. പ്രകാശഘട്ടത്തിൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പ്രകാശം ഉപയോഗിക്കുന്നു. രണ്ടാമത്തെ പ്രവർത്തനം നടക്കുന്നത് ജലം വിഘടിച്ച് ഓക്സിജൻ പുറന്തള്ളുകയും ഹൈഡ്രജൻ സ്ട്രോമയിൽ എത്തുകയും ചെയ്യുന്നു. പ്രകാശോർജത്തെ രാസോർജമാക്കി ATP തന്മാത്രകളിൽ സംഭരിക്കുന്നു. ഇരുണ്ട ഘട്ടം നടക്കുന്നത് സ്ട്രോമയിലാണ്. പ്രകാശം ഉപയോഗിക്കുന്നില്ല. ATPയിലെ ഊർജം ഉപയോഗിച്ച് ഹൈഡ്രജനെ കാർബൺ ഡൈ ഓക്സൈഡുമായി ചേർത്ത് ഗ്ലൂക്കോസ് നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. പ്രകാശഘട്ടത്തിൻ്റെ തുടർച്ചയായാണ് എപ്പോഴും ഇരുണ്ട ഘട്ടം നടക്കുക. ഇതാണ് ഈ ATP തന്മാത്രകൾ. നമ്മുടെ ഊർജ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി നമ്മുടെ കോശങ്ങളിൽ ഊർജം സംഭരിച്ചു വെച്ചിരിക്കുന്ന ഊർജ നാണയങ്ങളാണ് ATP തന്മാത്രകൾ. എഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. ഇതിൽ എഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ് വിഘടിച്ച് ADP തന്മാത്രയും ഒരു ഫോസ്ഫേറ്റ് തന്മാത്രയുമായി മാറുമ്പോൾ സ്വതന്ത്രമാകുന്ന ഊർജമാണ് ആ പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഊർജം നൽകുന്നത്. കോശങ്ങളിലെ ഊർജ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഊർജ വിനിമയത്തിന് ഉപാധിയാണ് ഈ പറഞ്ഞ ATP തന്മാത്രകൾ. വാട്ട് ആർ ATP molecules? They are the energy currencies. The full form is adenosine triphosphate. They used for the continuous transfer of energy. That is the breakdown of ATP molecules into ADP, that is adenosine diphosphate and phosphate, and the energy liberated at this time used for metabolic activities in our body. That is ADP restores energy and gets converted back to ATP molecules. That is energy transaction is done through this ATP molecules, so they are known as energy currencies. That is, in our cells energy is stored in ATP molecules. We have to complete this table. Light phase, dark phase, location. Light phase grana, dark phase stroma. Action. Light phase water splits
and oxygen is released and hydrogen reaches the stroma. In dark phase, hydrogen and carbon dioxide combine to form glucose. Then third one, product. In the light phase, oxygen and energy. In dark phase, glucose. Necessity of light. Light is used in light phase. In dark phase, light is not used. ATP molecules formed during light phase and in dark phase, they are utilized. പ്രകാശഘട്ടത്തിലും ഇരുണ്ട ഘട്ടത്തിലും നടക്കുന്ന പ്രവർത്തനങ്ങൾ ഒരു ടേബിൾ രൂപത്തിൽ നമുക്ക് പൂർത്തിയാക്കാനുണ്ട്. അതെന്താണെന്ന് നോക്കാം. ആദ്യം അതിൻ്റെ സ്ഥാനം. പ്രകാശഘട്ടം നടക്കുന്നത് ഗ്രാനയിൽ വെച്ച്, ഇരുണ്ട ഘട്ടം സ്ട്രോമയിൽ വെച്ച്. പ്രവർത്തനം. പ്രകാശഘട്ടത്തിൽ ജലം വിഘടിച്ച് ഓക്സിജൻ പുറന്തള്ളി ഹൈഡ്രജൻ സ്ട്രോമയിലെത്തുന്നു. ഇരുണ്ട ഘട്ടത്തിൽ ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും ഉപയോഗിച്ച് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. ഉൽപ്പന്നങ്ങൾ. പ്രകാശഘട്ടത്തിൻ്റെ ഉൽപ്പന്നമാണ് ഓക്സിജനും ATP തന്മാത്രകളിൽ സംഭരിച്ചിരിക്കുന്ന ഊർജവും. ഇരുണ്ട ഘട്ടത്തിൽ ഗ്ലൂക്കോസ്. പ്രകാശത്തിൻ്റെ ആവശ്യകത. പ്രകാശഘട്ടത്തിൽ പ്രകാശം ഉപയോഗിക്കുന്നു, ഇരുണ്ട ഘട്ടത്തിൽ പ്രകാശം ഉപയോഗിക്കുന്നില്ല. ATP തന്മാത്രകൾ പ്രകാശഘട്ടത്തിൽ രൂപപ്പെടുന്നു, ഇരുണ്ട ഘട്ടത്തിൽ അവ വിനിയോഗിക്കപ്പെടുന്നു. ഡാർക്ക് ഫേസ് ഈസ് ദ കണ്ടിന്യൂഷൻ ഓഫ് ദി ലൈറ്റ് ഫേസ്. The cyclic actions in this stage are explained by scientist called Melvin Calvin. So this phase is also known as Calvin's cycle. ഫേസ് അല്ലെങ്കിൽ ഇരുണ്ട ഘട്ടം പ്രകാശഘട്ടത്തിൻ്റെ തുടർച്ചയായാണ് നടക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ ഘട്ടത്തിലെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ചാക്രികമായി നടക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടം അല്ലെങ്കിൽ ഈ ചാക്രിക പ്രവർത്തനങ്ങളൊക്കെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് മെൽവിൻ കാൽവിൻ. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി ഈ ഘട്ടത്തിന് കാൽവിൻ സൈക്കിൾ എന്നറിയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന് ഈ കണ്ടുപിടുത്തത്തിന് 1961 നൊബേൽ സമ്മാനം ലഭിക്കുകയുണ്ടായി. മെൽവിൻ കാൽവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, ശാസ്ത്രജ്ഞൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പഴയ ടെക്സ്റ്റിലുണ്ടായിരുന്ന 1-2 കാര്യങ്ങൾ കൂടെ ഞാനിവിടെ സൂചിപ്പിക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ ടെക്സ്റ്റിൽ പഠിക്കാനില്ല, എന്നാലും ഓർത്ത് വെക്കുക. ഒരു എക്സ്ട്രാ ഇൻഫർമേഷനായിട്ട് അത് മനസ്സിൽ വെക്കുക. അതായത് 2 ശാസ്ത്രജ്ഞന്മാരുടെ കൂടെ ഉണ്ടായിരുന്നു, ജോസഫ് പ്രീസ്ലിയും വാനിയിലും. പ്രകാശ സംശ്ലേഷണ ഫലമായിട്ട് ഓക്സിജനാണ് ഉണ്ടാകുന്നത് എന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ജോസഫ് പ്രീസ്ലി. അതുപോലെ വാനിയിൽ കണ്ടുപിടിച്ച കാര്യം, പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ്റെ ഉറവിടം ജലമാണ് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് വാനിൽ. ദാറ്റ് ഈസ് ദ സോഴ്സ് ഓഫ് ഓക്സിജൻ പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ് ഈസ് ദ വാട്ടർ. ദാറ്റ് ഈസ് ഡിസ്കവേർഡ് ബൈ വാനിൽ ആൻഡ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ് ഓക്സിജൻ ഈസ് റിലീസ്ഡ്. That is proposed by Joseph Priestley. Here the reactions of the photosynthesis process is depicted here. We have to complete it. There is water plus carbon dioxide gives, that is in the presence of sunlight and chlorophyll, glucose, that is C6H12O6 plus O2. We have seen glucose is the major product of photosynthesis and oxygen is the byproduct. But we get protein, starch, fat from vegetable food items. How could it possible? What happens to the glucose produced by plants during photosynthesis? We have to look. Glucose is easily soluble in water. So plant body cannot store it as such. So plants convert this glucose into insoluble starch and store in leaves. Plants utilize this starch for their energy purpose and for their life activities. Then they convert it into sucrose and transport it through phloem vessels to various parts of plant body and store in different parts in different forms. അതായത് സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണം നടന്നു കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് ആണ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ആണ് മുഖ്യ ഉൽപ്പന്നം നമ്മൾ കണ്ടു കഴിഞ്ഞു. പ്രകാശ സംശ്ലേഷ ഫലമായി ഉണ്ടാക്കുന്ന ഗ്ലൂക്കോസ് സസ്യങ്ങൾ അതേപടി അതിന്റെ ശരീരത്തിൽ സംഭരിച്ചു വെക്കാൻ കഴിയില്ല. കാരണം എന്താണെന്നറിയോ? അതായത് ഗ്ലൂക്കോസ് എളുപ്പം ജലത്തിൽ ലയിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ സസ്യങ്ങൾ എന്ത് ചെയ്യുന്നു? അലേയമായ അന്നജമാക്കി ഈ ഗ്ലൂക്കോസിനെ മാറ്റുന്നു.
എന്നിട്ട് ഇലകളിൽ സംഭരിക്കുന്നു. ഈ അന്നജം സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഘടകങ്ങൾ നിർമ്മിക്കാനും ഊർജോൽപാദനത്തിനും ഒക്കെ ഉപയോഗിച്ച ശേഷം ബാക്കി വരുന്നത് എന്ത് ചെയ്യുന്നു? സൂക്രോസ് ആക്കി മാറ്റി ഫ്ലോയം കുഴലുകളിലൂടെ സസ്യങ്ങളിലെ വിവിധ ഭാഗങ്ങളിൽ, അതായിരിക്കും ആ സസ്യത്തിന്റെ സംഭരണ കേന്ദ്രം, അവിടേക്ക് കൊണ്ടുപോകുന്നു. ഏത് രൂപത്തില്? വ്യത്യസ്ത രൂപങ്ങളിൽ. ആ രൂപങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫ്ലോയം കുഴലുകൾ നമുക്കറിയാം, നമ്മൾ 8ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. സംവഹന കലകളാണ് സൈലവും ഫ്ലോയും. അതിൽ ജലം സംവഹിക്കുന്നവയാണ് സൈലം, ഭക്ഷണം സംവഹിക്കുന്ന കുഴലുകളാണ് ഫ്ലോയം. ഈ ഫ്ലോയം കുഴലുകളിലൂടെ സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംഭരിച്ചു വെക്കുന്നു. അതായത് അന്നജ രൂപത്തിൽ കിഴങ്ങുവർഗ്ഗങ്ങളിൽ അന്നജമായിട്ടും പയറുവർഗ്ഗങ്ങളിൽ മാംസ്യമായിട്ടും എണ്ണക്കുരുക്കളിൽ കൊഴുപ്പായും അതുപോലെ പഴവർഗ്ഗങ്ങളിൽ ഫ്രക്ടോസായും കരിമ്പിൽ സുക്രോസ് അതേ രൂപത്തിലും സംഭരിക്കുന്നു. വാട്ട് ഈസ് കീമോസിന്തസിസ്? All producers on earth do not depend on sunlight. For example, the sulfur bacteria, they can be seen on earth and water. They are example for this type of chemosynthetic bacteria. They produce energy by breaking down chemical compounds. This type of process or this kind of process is known as chemosynthesis. Assignments. Thank you all.